ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരു ട്രക്കും ഡ്രൈവറും 30 പേരും കൂടെ അവിടെ മരിച്ചു പോയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും പട്ടാളക്കഥകൾ ഈ ബോട്ടിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത് കേൾക്കുന്ന സമയത്ത് കാണുന്ന സമയത്ത് ഇറ്റ് വാസ് നൈസ് ടു യു ബോത്ത് ഓഫ് യു ആർ ആൻ ആക്ടർ പെർഫെക്റ്റ്ലി. ബട്ട് ദെൻ ജോയ്, യെസ്, he did his role very well. Congratulations to both of you, and you're making a film, good one. All the best for your long, big film. Okay? Thank you. Thank you, sir. Thanks a lot. ബാലചേട്ടൻ്റെ പേര് ഇതിൽ എനി ടൈം മിസ്റ്ററി എന്നാണ്. ആക്ച്വലി എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനി ടൈം മിറാക്കിൾ ആണ് എനിക്ക് തോന്നിയത്. സത്യത്തിൽ ബാലചേട്ടൻ്റെ ആക്ടിങ്ങിൻ്റെ ഒക്കെ നമ്മൾ ഒരുപാട് ഇപ്പോൾ ഈ പറയുന്ന ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉണ്ടായിരുന്ന സമയങ്ങൾ മുഴുവൻ ഹുക്ക് ചെയ്തിരുത്തി എന്നുള്ളതാണ്. ഞാൻ ഇതിൻ്റെ ഒരു സൗണ്ട് ഡിസൈനിങ്ങിനെ പറ്റി, അതിൻ്റെ ടോണിനെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഞാൻ ഇവിടുന്ന് പറയുകയും ചെയ്തു. പിന്നെ അതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ആക്ടേഴ്സ് ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ. ആ സെക്യൂരിറ്റി ആയിട്ട് ചേട്ടൻ ഒരൊറ്റ ഗ്ലിംസിൽ വന്നിട്ട് പോയിട്ടുള്ള സൗകർണിക, പിന്നെ എന്തിനധികം പറയുന്ന അദ്ദേഹം മരിച്ചു എന്ന് പറയുന്ന ആ സെക്യൂരിറ്റി ചേട്ടനില്ലേ, അസാധ്യ ആക്ടറായിരുന്നു കേട്ടോ. എനിക്ക് അവരിലൂടെയൊക്കെ കടന്നുപോയിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോയത്. നമുക്ക് ആദ്യത്തെ ആ 2 പേര് ഇദ്ദേഹത്തെ ലുക്ക് കൊടുക്കാതെ പോകുമ്പോൾ തന്നെ നമുക്ക് അയാളെന്താ നോക്കാഞ്ഞെന്നുള്ളൊരു സംശയം നമുക്ക് തോന്നുമെങ്കിലും മൂന്നാമത്തേൽ ചേട്ടൻ വന്നിട്ട് വീണ്ടും സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഇല്ല, അപ്പോൾ അതല്ല എന്ന് പറഞ്ഞ് പോകുന്നതാണ്. പക്ഷേ അസലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നന്നായി. എന്തായാലും ആദ്യ സംരംഭം എന്നുള്ള രീതിയിൽ ഗംഭീരമായി. ഇനിയും ഒരുപാട് സിനിമകളിലേക്ക് സംവിധാനം ചെയ്യാൻ വരട്ടെ, അതിലൊക്കെ ഞങ്ങളൊക്കെ വരട്ടെ. വരണമെന്നുണ്ടെങ്കിൽ എത്താൻ പറ്റും, അത് യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള മനസ്സുള്ളവരാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് ബിബിൻ ജോർജൊക്കെ വരുമെന്ന് അറിയാം. കാരണം എന്താ പറയട്ടെ, ഈ ഷോർട്ട് ഫിലിം എന്നൊക്കെ പറയുമ്പോൾ ചിലർ ചെറുതായിട്ട് തന്നെ കാണുള്ളൂ. ഇപ്പൊ ബാലാജി ഒരു വലിയ അവാർഡ് കിട്ടുന്ന ഒരു പടം പ്രദർശിപ്പിച്ചു നോക്കും. ഞാൻ കുറ്റം പറഞ്ഞല്ല, അഭിനയം എന്ന് പറഞ്ഞ ഒന്നേ ഉള്ളൂ. ഇപ്പൊ ഈ പ്രതലമാണെങ്കിലും തെരുവ് നാടകമാണെങ്കിലും അല്ലെങ്കിൽ മിനി സ്ക്രീനിലാണെങ്കിലും അതില് ആക്ടേഴ്സിന്റെ ബ്രില്യൻസ് ഒരൊറ്റ ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓവർഡു ഇല്ലാതെ ഗംഭീരമായിട്ട് ആക്ടേഴ്സ് പെർഫോം ചെയ്തെന്നുള്ളതാണ്. ഇതാണത്. അതിന് ഞാൻ പ്രത്യേക കൺഗ്രാറ്റ്സ്. ഒരു ആക്ടർ പോലും ഓവർഡു ആയിട്ട് ചെയ്തില്ല. ഭയങ്കര. പിന്നെ എനിക്ക് അങ്ങോട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. കാരണം ഇന്ന് സിനിമകളിൽ വിവാദമാവുന്ന കാര്യമുള്ളത്. മൈക്കൊന്നു കൊടുക്കും. എനിക്ക് സംശയമുണ്ട്, വിവാദമാക്കാനും അല്ല, നിങ്ങൾ പറഞ്ഞ ക്യാരക്ടേഴ്സിന്റെ പേരുണ്ട്. എന്തുകൊണ്ടൊരു രാമനും അലി എന്ന് പറഞ്ഞത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല ഒരു പേരിട്ടത്. സീരിയസ്ലി അതങ്ങനെ ഒരു എന്താ പറയുക, ഇത് നമ്മുടെ എഴുത്തുകാരൻ ഷംനാദിനൊക്കെ നല്ല റൈറ്ററാണ്. ഷംനാദ് രാമനും അലി എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു രാമനും അലി. ഇതിപ്പോ ജോസഫും കുര്യാക്കോസും സർദാർ വല്ലഭാലും കുഴപ്പമില്ല. പേരുകൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു രീതിക്കേ അല്ല, ചുമ്മാ വരില്ല. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തിലും ഒരു മെസ്സേജ് ഉണ്ടാവും. ആ ഒരു മെസ്സേജ് ഇതിൻ്റെ അകത്ത് കൺവേ. താങ്കൾ ആദ്യം പറഞ്ഞു മേജർ രവി സാറ് മാത്രമേ സാറിന് വിളിക്കാനുള്ളൂ, വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ സിനിമാറ്റിക് ക്യാമറയുടെ മുമ്പിൽ എം ടി സുകുമാരൻ സാറാണ്. സുകുമാരൻ സാർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവരും സാർ ഇനിയൊരു സാറിനെ കണ്ടില്ല. ഞാൻ സത്യമായിട്ടും ഉത്പൽ വി നായനാർ എന്ന് പറഞ്ഞൊരു സാറ്. അദ്ദേഹത്തിന് എന്താ വിളിക്കുന്നത്? ഓക്കെ. അപ്പൊ ഇത്രയും പേര് വന്നത് അതൊരു കലയോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ബാലാജിനേക്കാൾ കൂടുതൽ കലയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഇതുപോലുള്ള ഫിലിംസ്, ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് അല്ല, മൈക്രോ ഫിലിംസ് ഉണ്ട്. അതൊരൊറ്റ ഷോട്ടുള്ളൂ, അതിന്റെ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മൈക്രോ ഫിലിംസ് നമുക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത് നല്ല രസമായിട്ട് ഷംനാദിനൊന്ന് പ്രത്യേകം കൺഗ്രാറ്റ് ചെയ്യണം. നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഒരു ബുക്കിഷ് ലാംഗ്വേജ് അല്ല എഴുതി വെച്ചത്, കൃത്യമായിട്ട് സിനിമയുടെ ലാംഗ്വേജും എല്ലാം സാധാരണ മനുഷ്യർ പറയുന്നതാണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രില്യൻസ് ആണ്. ഇത് കാണുമ്പോൾ നമുക്ക് ഇത് ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ നമുക്ക് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഓവർഡു അങ്ങനത്തെ സംഭവിക്കുന്നത്. പക്ഷെ ഇതൊരു സിനിമ തന്നെയായിരുന്നു. അതിന് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ സിനിമയുണ്ട്, ഇനി ഡയറക്റ്റ് ചെയ്യണം, അഭിനയിക്കാൻ ഞങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാം കൂടി ചെയ്യണ്ട. കാരണം എന്താ പറയട്ടെ,
അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഒരു സിനിമയിൽ ഡയറക്റ്റ് നിങ്ങൾ അഭിനയിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല, അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കും. എനിക്ക് ചാൻസ് കിട്ടാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങളൊരു ഡയറക്ടർ ഉണ്ട്, വേറെ സിനിമയിൽ നിങ്ങൾക്ക് അഭിനയിക്കുകയും ചെയ്യാം. ഞാനത് നിങ്ങളെ പഠിപ്പിക്കുന്നതല്ല കേട്ടോ. കാരണം നിങ്ങൾ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ടച്ച് ചെയ്ത മുഹൂർത്തം എന്ന് പറയുന്നത് ആ ഷട്ടർ കൊണ്ടുള്ള ആയുധമാണ്. അതിലൊരു ഓവർഡ്യൂ ഇല്ല, നിങ്ങളുടെ കണ്ണ് നിറഞ്ഞില്ല, കരഞ്ഞില്ല, നിങ്ങളുടെ പക്ഷേ ആ ഉള്ളിലുള്ള പെയിൻ ഉണ്ട് കൊച്ചിനോടുള്ളത്. എൻ്റെ ഫസ്റ്റ് സീരിയൽ 2005 ഞാൻ ചെയ്യുമ്പോൾ അന്ന് ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ, അന്ന് ചേട്ടൻ അന്ന് മുതലേ സീരിയലിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അന്ന് ചേട്ടൻ്റെ കൂടെയാണ് ഞാനൊക്കെ ആദ്യം അഭിനയിച്ച് തുടങ്ങുന്നത്, പഠിച്ച്. ഇപ്പം ഇന്ന് ഒത്തിരി സന്തോഷമുണ്ട് ഏട്ടനിങ്ങനെ ഡയറക്റ്റ് ചെയ്ത് കാണുമ്പം. എൻ്റെ എല്ലാ ഘട്ടങ്ങളിലും എൻ്റെ കൂടെ കട്ടക്ക് നിന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഇനി എന്ത് തിരക്കാണെങ്കിലും ഞാൻ ഓടി വന്നതും അതുകൊണ്ട് തന്നെയാണ്. ഒത്തിരി സന്തോഷം ഡയറക്ടർ എന്നുള്ള ഈ ഒരു കുപ്പായം അണിഞ്ഞ് നിൽക്കുമ്പോൾ അത് കാണാനും ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ ചെറിയ ടൈമിൽ ഇത്രയും അതൊരു മിസ്റ്ററി പോലെയുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ രസകരമായി പ്രസൻറ്റ് ചെയ്ത് അത് വലിയ സംഭവമാണ്. ഒരു 2.5 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് പിന്നെയും നമുക്ക് ടൈമുണ്ട്. ഇതിപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ അത് എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ എന്നാൽ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് പോയി അത് ചെയ്തു. ഒത്തിരി സന്തോഷം. എന്തായാലും എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം. ഇത്രയും വലിയ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്ത് കണ്ടതിലും ഒരുപാട് സന്തോഷം, സ്നേഹം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ബാലാജി എന്ന് പറയുന്ന ഒരു ആക്ടറിനെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. വളരെ തേച്ചു മിനുക്കി പരിവപ്പെട്ട ഒരു ആക്ടറാണ്. ഒട്ടും കൂടുതലല്ലാണ്ട് എന്താണോ ക്യാരക്ടർ ആവശ്യപ്പെടുന്നത്, ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന എന്ത് ഫോർമാറ്റിലാണോ അത് തന്നെ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. കുറച്ച് ചിത്രങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അഭിനയിക്കാനും പറ്റിയിട്ടുണ്ട്. ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന ഒരു സമയത്തും താങ്കളുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു ക്രാഫ്റ്റ് മാൻ ഉള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. വളരെ കാലിബർ ഉള്ള ഒരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നും കൂടി ഇന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ സിനിമകൾക്കൊക്കെ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൂടെ? അപ്പോൾ ഇതുകൊണ്ട് കാണിച്ചാൽ മതിയല്ലോ. ഗംഭീരായി ഒരു ചെറിയ സീനിൽ എന്താ പറയുക, സിനിമയിലാണെങ്കിൽ നമുക്കൊരു 3 സീനിൻ്റെ സമയം അല്ലേ, ഒരു 3 സീനിൻ്റെ സമയം കൊണ്ട് വളരെ ഗംഭീരമായിട്ടൊരു കാര്യം പറഞ്ഞു വെച്ചു. ഈ മിത്ത് എന്ന് പറയുന്നൊരു അനുഭവം പലർക്കും പല രീതിയിൽ ഉള്ളതാണ് അവരവരുടെ ജീവിതത്തിൽ. അപ്പോൾ അല്ലേ എഴുതി കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇത് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനെ ഒരാളുണ്ടോ എന്ന് നമ്മളെല്ലാവരും ഒന്ന് സീറ്റിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് നോക്കിപ്പോയി. എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. നമ്മളിങ്ങനെ ലോങ് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർ ചിലപ്പം റിയൽ ആയിട്ടുള്ള മനുഷ്യരായിരിക്കും. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ തെറ്റിദ്ധാരണയൊക്കെ ഇതുപോലത്തെ ഒരുപാട് കഥകൾ കേട്ടിരിക്കുന്നുണ്ട് വരും. എന്താണെങ്കിലും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. ബാലാജി ചേട്ടൻ നേരത്തെ ടിനിച്ചേട്ടൻ പറഞ്ഞതുപോലെ അഭിനയം മാറ്റിയിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടെൻഷൻ ഫ്രീ ആയിട്ട് ഇപ്പോൾ പിന്നെ സംവിധാനത്തിൽ മാത്രം പണി കളയും ശ്രദ്ധിക്കാനായിട്ട് പറ്റും. പക്ഷേ ഞാനൊരിക്കലും അങ്ങനെ പറയില്ല. താങ്കളുടെ സംവിധായകനെയും എനിക്ക് ഇഷ്ടപ്പെട്ടു, താങ്കളുടെ ആക്ടറെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഓൾറെഡി. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഇതുപോലെ മികച്ച സിനിമകൾക്ക് വേണ്ടിയിട്ട് ക്യാമറ ചെയ്യിപ്പിക്കാൻ, സിനിമകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ ഇന്നത്തെ സായാഹ്നം വളരെ മനോഹരമാക്കിയതിന് ഒന്നും കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. കൺഗ്രാറ്റ്സ് ഫസ്റ്റ് ഓഫ് ഓൾ. സിനിമയുടെ ദൈർഘ്യം എന്ത് തന്നെയായാലും, ഫീച്ചർ ഫിലിം ആയാലും ഷോർട്ട് ഫിലിം ആയാലും, അത് കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റ് എന്ത് തന്നെയായാലും കാണുന്ന ആൾക്കാരെ പിടിച്ചിരുത്താൻ സാധിക്കുക, ആ ഒരു കണ്ടന്റിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ആ രീതിയിൽ വലിയൊരു വിജയമായിരിക്കുകയാണ് ഇന്നത്തെ ഒരു ഷോർട്ട് ഫിലിം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ബാലാജി ചേട്ടനും കൂടെ നിന്ന ടീമിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പലപ്പോഴും ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു സ്വഭാവത്തിൽ സംഭവിക്കുന്നത് സംവിധായകൻ അല്ലെങ്കിൽ മെയിൻ ലീഡ് ചെയ്യുന്ന ഒരാൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് കാസ്റ്റുകൾ പലപ്പോഴും പാളിപ്പോകാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അത് താരതമ്യേന ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ബഡ്ജറ്റ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിലേക്ക് പുതുമുഖങ്ങൾ വരുമ്പോൾ ഒക്കെ സംഭവിക്കുന്ന പാളിച്ചകളാണ്. പക്ഷേ ഇവിടെ എല്ലാവരും ഏറ്റവും മികച്ചതായിരുന്നു എന്ന് തന്നെ പറയണം. അത് സംവിധായകൻ്റെ ഒരു കൈ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒപ്പം തന്നെ അവരുടെ ഒരു ടാലൻറ്റ് ഏറ്റവും നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ അഭിനയിച്ചിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് സെക്യൂരിറ്റി ആയിട്ട് അഭിനയിച്ച ചേട്ടൻ, മറ്റേ അദ്ദേഹം ലാസ്റ്റ് വന്ന അദ്ദേഹം, എല്ലാവരും ഗംഭീരമായിട്ട് അവരവരുടെ പാട്ടുകൾ ചെയ്തു. പിന്നെ സൗഗന്ധികയൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളാണ്. അവളുടെ പാട്ട് ഏറ്റവും മികച്ചതാക്കി തന്നെയാക്കി. അപ്പോൾ ഒരു ഹോൾ ടീമാണ് കാണാൻ സാധിക്കുന്നത്.
ടീമിന് എല്ലാ ആശംസകളും അറിയിക്കുന്നു. അതേപോലെ മനസ്സിലാക്കുന്നത് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളതും ബാലാജി എന്ന് പറഞ്ഞ നടനോടും സുഹൃത്തിനോടുമുള്ള സ്നേഹം കൊണ്ടാണ് അധികം ആളുകളും ഇവിടെ എത്തിയിട്ടുള്ളത്. ആ ഒരു വലിയ സപ്പോർട്ട് ഇനിയും ഉണ്ടാവട്ടെ. എനി ടൈം ഹിസ്റ്ററി എനി ടൈം മൂവി ഹാപ്പൻ ഉണ്ടാവട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. വിജീഷ്.